ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ്സുകളിൽ ഈ മഴക്കാലത്ത് ഒരുപാട് പ്ലാന്റ്സുകളിൽ തൈകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പ്ലാന്റിൽ മാത്രം പുതിയതായിട്ട് ഒരു രീതിയിലാണ് തൈകൾ വന്നിട്ടുള്ളത്. ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെ ഒരു പ്ലാന്റിൽ, ഈ ഒരു അഗ്ലോണിമ പ്ലാന്റിൽ ഇങ്ങനെ വന്നിട്ടുള്ളത്. ഇതല്ല ഞാൻ പറയുന്നത്, വേറെ ഒരു പ്ലാന്റിലാണ് കേട്ടോ. അതും കൂടെ നമുക്ക് കാണാം. അപ്പോൾ ആ പ്ലാന്റിൽ ഒരുപാട് തൈകൾ വന്നിട്ടുള്ളത് ഒരു ചെടിയുടെ മുകളിൽ കൂടെയാണ് കേട്ടോ. ചോട്ടിൽ സാധാരണ നമ്മളുടെ അഗ്ലോണിമ പ്ലാന്റ്സുകൾക്ക് തൈകൾ വരാറുണ്ട്, ഒരുപാട് തൈകൾ അങ്ങനെ വന്നിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെയല്ല, ഈ ഒരു ചെടിയിൽ ഒരു പ്രത്യേക ഒരു അത്ഭുതം പോലെയാണ് തോന്നിയത് കേട്ടോ. അപ്പോൾ അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. നമ്മൾ അഗ്ലോണിമ പ്ലാന്റ്സുകൾ പിന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടും ടോപ്പ് കട്ട് ചെയ്തിട്ടൊക്കെ തൈകൾ ഉണ്ടാക്കി എടുക്കാറുണ്ടല്ലേ. ഇതുപോലുള്ള പിങ്ക് വെറൈറ്റികൾക്കൊക്കെ തൈകൾ വരാൻ കുറേ സമയം എടുക്കാറുണ്ട്. ഇതേപോലെ ചോട്ടിൽ നിന്നൊക്കെ തൈകൾ വരാറുണ്ട്. സാധാരണയായിട്ട് കണ്ടില്ലേ, ഇതിലെല്ലാം തൈകൾ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ പ്ലാന്റിലും ചോട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ എനിക്ക് തൈകൾ വരാറുള്ളത്. ഇപ്രാവശ്യം ഞാൻ കണ്ടപ്പോൾ അതൊരു പ്രത്യേക കൗതുകമായിട്ട് തോന്നി. അപ്പോൾ അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വെച്ച്, അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്, വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണണം കേട്ടോ. അപ്പോൾ ആ ഒരു പ്ലാന്റ് നമുക്ക് എങ്ങനെ പിന്നെ കട്ട് ചെയ്ത് തൈകൾ ഉണ്ടാക്കി എടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ആ ഒരു അഗ്ലോണിമ ഏതാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ഒരു 6 മാസമായിട്ടുണ്ടാവും ഞാൻ ആ ഒരു പ്ലാന്റ് വാങ്ങി വെച്ചിട്ട്. ഇപ്പോഴാണ് അതിൽ തൈകൾ വരുന്നത്. അപ്പോൾ ഇതേ ഈ ഒരു പ്ലാന്റാണ് കേട്ടോ ഞാൻ പറഞ്ഞു വരുന്ന ആ ഒരു പ്ലാന്റ്. അഗ്ലോണിമ ഐസ്ബർഗ് എന്നാണ് ഈ ഒരു പ്ലാന്റിനെ പറയാറുള്ളത്. ഒരു യെല്ലോയിഷും അതേപോലെ തന്നെ ഗ്രീനും എല്ലാം ചേർന്ന നല്ലൊരു കളറാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ്. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു പ്ലാന്റിൽ വന്നിട്ടുള്ള തൈകളാണ് കേട്ടോ. ഈ ഒരു രീതിയിലാണ് ഈ പ്ലാന്റിൽ തൈകൾ വന്നിട്ടുള്ളത്. 1ഉം 2ഉം ഒന്നല്ല കേട്ടോ, ഒരു 4-5 ഇതേപോലെ തൈകൾ വന്നിട്ടുണ്ട്. ഇതിൻ്റെ തണ്ടിലാണ് തൈകൾ വന്നിട്ടുള്ളത്. ചോട്ടിൽ ഇതേപോലെ നമ്മൾ മുള പൊട്ടി വരുന്നതായിട്ട് ഇഷ്ടംപോലെ കാണാറുണ്ട്. പക്ഷേ ഇത് കണ്ടില്ലേ, എല്ലാ ഭാഗത്തു കൂടെ ഇതേപോലെ വന്നിട്ടുണ്ട്. ഒരു പക്ഷേ മണ്ണ് തറഞ്ഞു നിന്നത് കൊണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ മണ്ണ് ഇളക്കി കൊടുക്കാറുണ്ട് കേട്ടോ, പക്ഷേ ഇതിനെന്ത് സംഭവിച്ചെന്ന് അറിയില്ല. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് ഇങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ അത് നാശമായി പോകാനാണ് സാധ്യത. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാന്റ് കട്ട് ചെയ്തിട്ട് ഈ തൈകളൊക്കെ ഒരുപാട് തൈകളാക്കിയിട്ട് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചോട്ടിൽ നിന്ന് തൈകൾ വരുന്നതായിട്ട് കണ്ടിട്ടില്ല. ഇനി ഞാൻ ഈ മണ്ണൊന്ന് ഇളക്കി നോക്കട്ടെ. അപ്പോൾ ഇതിൽ നിന്ന് തൈകൾ വരുന്നുണ്ടോയെന്ന് നോക്കട്ടോ. നല്ല അടിപൊളി ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റാണ്. അതിനാണ് ഇപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഈ പ്ലാന്റ് കട്ട് ചെയ്ത് അതിനെ ഏത് പോട്ടി മിക്സിൽ നടണം എന്നുള്ളതൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാ ഒരു പ്ലാന്റ് ഞാൻ സ്റ്റാൻഡിൽ നിന്ന് മാറ്റി താഴെ വെച്ചിട്ടുണ്ട് കേട്ടോ. സ്റ്റാൻഡിൽ എല്ലാ പ്ലാന്റുകളുടെ ഒപ്പം ഇരുന്നിരുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ നമുക്ക് ഇത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകിച്ചും ഇതിൽ സാഫൊക്കെ പരട്ടി കൊടുക്കണം കേട്ടോ. അതേപോലെ ഓരോ കട്ടിങ്സിലും സാഫൊക്കെ പരട്ടിയെങ്കിലേ ഫംഗസ് ഒന്നും വരാതിരിക്കുള്ളൂ. ഞാനിവിടെ സാഫ് തന്നെയാണ് ഉപയോഗിക്കാറുള്ളത് കേട്ടോ, ഫംഗസൈഡായിട്ട്. അപ്പോൾ നമുക്ക് ഈ പ്ലാന്റ് ഒന്ന് കട്ട് ചെയ്ത് ഒരുപാട് പീസാക്കി എടുക്കണം. പിന്നെ ഇതിൻ്റെ ടോപ്പ് കട്ട് ചെയ്തിട്ട് അത് മറ്റൊരു പ്ലാന്റാക്കി നമുക്ക് നടുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഇതേ ഞാൻ ഈ ഒരു പ്ലാന്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 2 ലീഫ് നിർത്തിയിട്ട് ബാക്കി ഭാഗമാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ ചെരിച്ച് വേണം കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. കട്ട് ചെയ്തതിൻ്റെ ശേഷമാണ് ഞാൻ കാണുന്നത് ഇതിൻ്റെ ചോട്ടിലൊക്കെ തൈകൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2-3 തൈകൾ ചോട്ടിൽ നിന്ന് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇനി പെട്ടെന്ന് ആ തൈകൾ വളർന്ന് വന്നോളും. അപ്പോൾ അത് കണ്ടില്ലേ, ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്ക്, എത്ര തൈകളാണ് ഇതിൽ വരുന്നതെന്ന്. അപ്പോൾ നമുക്കിതിൻ്റെ ഈ ഓരോ ലീഫിൻ്റെ ഭാഗങ്ങളും വെച്ച് നമുക്ക് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഓരോ തൈകളാക്കി നമുക്കത് എടുക്കാൻ പറ്റും കേട്ടോ. തണ്ടിൽ നിന്ന് 2ഉം 3ഉം ഒക്കെ തൈകൾ വരാറുണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുമ്പോൾ. പക്ഷേ ഇതേപോലെ മുള വന്നിട്ടുള്ള കട്ടിങ്സ് അല്ല വെക്കാറുള്ളത്. നമ്മൾ സാധാ കട്ട് ചെയ്ത് തൈകൾ ഉണ്ടാക്കി വെക്കുന്നത് പോലെയാണ് വെക്കാറുള്ളത് കേട്ടോ. അപ്പോഴാണ് അങ്ങനെ ഉണ്ടായിട്ടുള്ളത്. ഇതേപോലെ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഇതാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഈ ഒരു ഭാഗത്ത് നമ്മൾ സാഫ് നിർബന്ധമായിട്ടും തേച്ച് കൊടുക്കണം. ഈ മഴക്കാലമാകുമ്പോൾ പ്രത്യേകിച്ചും ഫംഗസൊക്കെ വരാൻ സാധ്യത ഉണ്ട്. ഇനിയിപ്പോൾ
ആ ഒരു ഫംഗസൈഡ് നിങ്ങളെ കയ്യിലില്ലെങ്കിൽ നമുക്കൊരു മെഴുകുതിരി പിന്നെ ഉരുക്കി ഒഴിച്ച് ഇറ്റിച്ച് കൊടുത്താലും മതി കേട്ടോ. ഈ മഴക്കാലത്തൊക്കെ പെട്ടെന്ന് വെള്ളം നനവുകൊണ്ട് ഇതായി പിന്നെ ഫംഗൽ ബാധമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാ ഞാൻ ടോപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നീട് ഒരുപാട് പീസുകളാക്കി ആ മുള വന്നിട്ടുണ്ടായിരുന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു പ്ലാന്റായിട്ട് നമുക്ക് പോട്ടിൽ വെച്ച് കൊടുക്കുകയും ചെയ്യാം. പിന്നെ ഇതാട്ടോ കട്ട് ചെയ്തെടുത്ത പീസുകളാണ് ഇതെല്ലാം. ഇതിലെല്ലാം തന്നെ മുളകളും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഓരോ ലീഫ് വെച്ചിട്ട് വേണം നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അതിന് പിന്നെ വേരും ഒക്കെ വന്ന് വളർന്ന് വരും കേട്ടോ. അപ്പോൾ ഇതിന് പോട്ടി മിക്സായിട്ട് ഞാൻ മണ്ണും മണലും മാത്രമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. വേറെ വളങ്ങളൊന്നും ചേർക്കാൻ പാടില്ല. അപ്പോൾ ഇതേപോലെ നമുക്കിതിൽ ഓരോന്നോരോന്ന് നട്ടു കൊടുക്കാം കേട്ടോ. ഒരുപാട് ലീഫുകളുണ്ട്. എല്ലാത്തിൽ നിന്നും ഇതേപോലെ ഞാൻ നേരത്തെ കാണിച്ചിരുന്നില്ല, എല്ലാത്തിൽ നിന്നും മുളകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ മഴ ഉള്ള സമയത്തൊക്കെ പെട്ടെന്ന് തൈകളായിട്ട് നമുക്ക് പിന്നെ ആക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ പ്ലാന്റുകളിൽ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ, തൈകളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പ്ലാന്റും കൂടെ പോട്ടിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതാണ് നമ്മൾ കട്ട് ചെയ്തെടുത്ത മദർ പ്ലാന്റ് കേട്ടോ. ഇതിന്ന് കണ്ടില്ലേ, ഇവിടെയൊക്കെ തൈകൾ വരുന്നുണ്ട്. ഇത് കട്ട് ചെയ്തതിന് ശേഷമാണ് ഞാനിത് കണ്ടത് കേട്ടോ. ഇതിലൊക്കെ തൈകൾ ചോട്ടിൽ നിന്നും വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം ഞാൻ ഈ പോട്ടിൽ വെച്ച് കൊടുക്കുകയാണ്. ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇതുപോലെ ചെറിയൊരു കുഴി ഉണ്ടാക്കി അതിലിങ്ങനെ ഓരോന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലുള്ളൊരു പോട്ടാണെങ്കിൽ മുഴുവനായിട്ടും വെച്ച് കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ വലിയൊരു പോട്ട് തന്നെ, വീതിയുള്ളൊരു പോട്ട് നോക്കി സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ, ഒരു ബേസൻ പോലുള്ള. അപ്പോൾ അതിലെല്ലാ പ്ലാന്റുകളും ഞാൻ നട്ടു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫംഗസ് സൈഡും തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വളരെ എളുപ്പത്തിൽ നമുക്ക് തൈകൾ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാ പ്ലാന്റുകളും ഞാൻ ഇതേപോലെ നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ ടോപ്പ് ഭാഗം അതാ ഞാൻ ഇതും ഒരു പോട്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ മണ്ണും മണലും മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ. അതേപോലെ വേണം നമ്മൾ ടോപ്പ് കട്ട് ചെയ്ത് വെക്കുമ്പോൾ വെച്ച് കൊടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് ആ പ്ലാന്റ് നശിച്ചു പോകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ കട്ടിങ്സുകൾ വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്ത തൈകളും കൂടെയാണ് കേട്ടോ നമ്മൾ കാണുന്നത്. ഇതേപോലെ ഓരോ ലീഫ് വെച്ചിട്ട് പിന്നെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നതാണ്. ഇതിന് വേര് വന്നോന്ന് നോക്കാം കേട്ടോ. കണ്ടില്ലേ, ഇതിനൊക്കെ നല്ല വേര് വന്ന് പുതിയ ലീഫൊക്കെ വന്നതാണ്. പഴയ ലീഫ് ഞാൻ കട്ട് ചെയ്തിട്ട് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ പുതിയതായിട്ട് വന്ന ലീഫാണ്. അപ്പോൾ ഇതേപോലെ ചെറിയ കട്ടിങ്സുകൾ വെച്ച് കൊടുത്തിട്ടാണ് ഇതേപോലെ തൈകൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൽ 2 or 3 പീസ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം തന്നെ നല്ല ഹെൽത്തി തൈകളായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഗ്ലോണിമ പ്ലാന്റ്സുകൾ തൈകൾ വരാത്തതൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലുള്ള കട്ടിങ്സുകൾ വെച്ചിട്ടും നമുക്ക് നല്ല നല്ല അഗ്ലോണിമ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് ചോട്ടിൽ നിന്നൊക്കെ ഒരുപാട് തൈകൾ ഉണ്ടായി വരാറുണ്ട് അല്ലേ. പക്ഷേ ഇങ്ങനെ തൈകൾ ഉണ്ടാവാറില്ല കേട്ടോ. പ്രത്യേകിച്ചും ഇതേപോലെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് തൈകൾ ചോട്ടിൽ നിന്ന് ഒരുപാട് വന്നിട്ട് തൈകളായിട്ട് ഞാൻ മാറ്റി നടാറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.